ഏറെ സുപരിചിതരായ വൃദ്ധദമ്പതികളുടെ ദുരൂഹമരണമുണ്ടാക്കിയ ഞെട്ടലിൽ നിന്ന് കണ്ണൂർ അലവിൽ ഗ്രാമം ഇപ്പോഴും മുക്തമായിട്ടില്ല. വലിപ്പച്ചെറുപ്പമില്ലാതെ നാട്ടുകാരോട് മുഴുവൻ സ്നേഹത്തിൽ ഇടപെട്ടിരുന്ന വൃദ്ധദമ്പതികൾ എപ്പോഴും വീടിനുള്ളിലും പുറത്തും പലവിധ ജോലികൾ ചെയ്ത് ഊർജ്ജസ്വലരായി നടന്നിരുന്നവർ സ്വന്തം മകൻ നാട്ടിലെത്തുന്ന ദിവസം തന്നെ മരിച്ചതാണ് നാട്ടുകാരെ ഏറെ സങ്കടത്തിലാക്കുന്നതും ഞെട്ടിക്കുന്നതും. കണ്ണൂർ അലവിൽ അനന്തൻ റോഡിൽ 75 വയസ്സുള്ള കല്ലാളത്തിൽ പ്രേമരാജൻ, 69 വയസ്സുള്ള AK ശ്രീലേഖ എന്നിവരുടെ മരണത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് അലവിൽ ഗ്രാമം. മന്ത്രി AK ശശീന്ദ്രന്റെ സഹോദരിയുടെ മകളാണ് ശ്രീലേഖ. ഇരുവരുടെയും ഇളയ മകൻ ഷിബിൻ പ്രേമരാജൻ വ്യാഴാഴ്ച ബഹ്റൈനിൽ നിന്ന് വീട്ടിലെത്താനിരിക്കുകയായിരുന്നു. ഷിബിൻ കണ്ണൂരിൽ വിമാനമിറങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇരുവരും വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് സംഭവം. പ്രേമരാജന്റെയും ശ്രീലേഖയുടെയും മകൻ ഷിബിനെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ കാറെടുക്കാൻ എത്തിയ ഡ്രൈവർ സരോഷ് ഏറെ നേരം വിളിച്ചിട്ടും ഇരുവരും വാതിൽ തുറന്നില്ല. ഫോണിലും കിട്ടാതായതോടെ സരോഷ് നാട്ടുകാരെ വിവരമറിയിച്ചു. പിന്നീട് അയൽവാസികളുമായി എത്തി വാതിൽ ചവിട്ടി തുറന്നു നോക്കിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുനില വീട്ടിലെ താഴത്തെ കിടപ്പുമുറിയിൽ കട്ടിലിന് താഴെ തറയിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ. ശ്രീലേഖയുടെ തല തകർന്ന് രക്തം വാർന്നൊഴുകിയ നിലയിലായിരുന്നു. സമീപത്ത് തന്നെ ഒരു ഇരുമ്പ് ചുറ്റികയും ഗ്യാസ് സിലിണ്ടറും കണ്ടെത്തി. ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തീ കൊളുത്തി മരിച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. പക്ഷേ എന്തിനു വേണ്ടി ഇരുവരും ഇത് ചെയ്തുവെന്നാണ് നാട്ടുകാർ പരസ്പരം ചോദിക്കുന്നത്. 2 മക്കളും വിദേശത്തായതിനാൽ പ്രേമരാജനും ഭാര്യ ശ്രീലേഖയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇന്നലെ ഷിബിൻ നാട്ടിലെത്തുന്ന വിവരം വിളിച്ചറിയിക്കുകയും കാർ എടുക്കാൻ വർഷങ്ങളായി വീട്ടിലെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന സരോഷിനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതനുസരിച്ച് സരോഷ് വീട്ടിലെത്തി പലകുറി കോളിംഗ് ബെല്ലടിച്ചും വിളിച്ചും നോക്കിയെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ല. ഫോണിൽ വിളിച്ചിട്ടും കിട്ടാതായതോടെ സരോഷ് അയൽവാസികളെയും പോലീസിനെയും വിവരം അറിയിച്ചു. പോലീസ് നിർദ്ദേശിച്ചതനുസരിച്ച് വാതിൽ ബലമായി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ദാരുണമായ കാഴ്ച കണ്ടത്. ഇതിനിടയിൽ ഷിബിൻ വിമാനത്താവളത്തിലെത്തി സരോഷിനെ വിളിച്ചപ്പോൾ വിവരമറിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് ടാക്സിയിൽ വീട്ടിലെത്തുകയും ചെയ്തു. തുടർന്ന് വളപട്ടണം പോലീസ് എത്തി നടത്തിയ മൃതദേഹ പരിശോധനയിൽ ശ്രീലേഖയുടെ തലയ്ക്ക് അടിയേറ്റ പാടുകൾ കണ്ടെത്തി. മുറിയിൽ മണ്ണെണ്ണ മണവും ഉണ്ടായിരുന്നു. ഇതോടെ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തതാകാമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. പക്ഷേ കിടക്കയിൽ ചുറ്റിക കൂടി കണ്ടെത്തിയതാണ് പോലീസ് അന്വേഷണം മറ്റൊരു വഴിയിലേക്ക് നീങ്ങിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കൂവെന്ന് പോലീസ് പറയുന്നു. മരിക്കുന്നതിന് തലേന്ന് പോലും അയൽവാസികളുമായി ഫോണിലടക്കം ഇരുവരും സംസാരിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. തലേന്ന് രാത്രി മുഴുവൻ വീട്ടിനകത്ത് വെളിച്ചവും കണ്ടിരുന്നതായി അയൽവാസികൾ പറയുന്നു. വ്യാഴാഴ്ച രാവിലെ മുതൽ ഇരുവരെയും ഫോണിൽ കിട്ടിയിരുന്നില്ലെന്ന് അയൽവാസി സവാദ് മൊഴി നൽകി. പിന്നീട് ഇവരെ വിളിച്ചു കിട്ടാതായതോടെ വൈകിട്ട് മരുമകൾ വിഞ്ചു സവാദിന്റെ സഹോദരിയെ വിളിച്ചതനുസരിച്ച് ചെന്നു നോക്കുമ്പോഴാണ് മറ്റുള്ളവർ വീട് തുറക്കുന്നത് കണ്ടത്. ബുധനാഴ്ചയും ഇരുവരെയും പുറത്ത് കണ്ടിരുന്നില്ല എങ്കിലും തന്റെ സഹോദരിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നതായും സവാദ് ഓർക്കുന്നു. ബുധനാഴ്ച രാത്രി വൈകിയും ഏറെ നേരം വീട്ടിൽ ലൈറ്റ് കണ്ടിരുന്നതായി സവാദ് പറയുന്നുണ്ട്. പ്രേമരാജനും ശ്രീലേഖയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ മുന്നിലെയും പിറകിലെയും വാതിലുകളും ജനലുകളും അടച്ചു കുറ്റിയിട്ട നിലയിലായിരുന്നു. 2 മക്കളാണ് പ്രേമരാജൻ ശ്രീലേഖ ദമ്പതികൾക്ക്. മൂത്ത മകൻ പ്രഭിത് പ്രേമരാജൻ ഓസ്ട്രേലിയയിലാണ്. അടുത്തിടെയാണ് നാട്ടിലെത്തി അവധി കഴിഞ്ഞ് മടങ്ങിയത്. ഇളയ മകൻ ഷിബിൻ പ്രേമരാജൻ ബഹ്റൈനിൽ ജോലി ചെയ്യുന്നു. ഷിബിൻ വിളിച്ചറിയിച്ചതനുസരിച്ച് 2 ദിവസം മുൻപാണ് ഷിബിനെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ സരോഷിനെ ഏൽപ്പിക്കുന്നത്. അപ്പോഴെല്ലാം ഇരുവരും ഏറെ സന്തോഷത്തിലുമായിരുന്നു. നേരത്തെ കണ്ണൂരിലെ സാവോയ് ഹോട്ടലിൽ മാനേജറായി ജോലി ചെയ്തിരുന്ന പ്രേമരാജനോ ശ്രീലേഖയ്ക്കോ സാമ്പത്തിക പ്രയാസങ്ങളും അലട്ടിയിരുന്നില്ല. സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ലാത്ത എല്ലാവരോടും സൗമ്യമായി പെരുമാറിയിരുന്ന ഇരുവരുടെയും ദുരൂഹത നിറഞ്ഞ മരണം അയൽവാസികൾക്കും ബന്ധുക്കൾക്കും ഇതുവരെ ഉൾക്കൊള്ളാനായിട്ടില്ല.